നമ്മളെ മുറ്റത്തുണ്ടായിരുന്ന ഈ മുട്ടി നട്ട മഞ്ഞ മരം അത് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള കിളിക്കൂടും പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ മുറ്റം വന്നിട്ടുള്ളത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെറുതായിട്ട് നമ്മളെ വീട്ടിലത്തെ പണിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം കൂടിയിട്ട് ഒരു വീഡിയോയിലായിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പകുതി കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ നമുക്ക് ഫുള്ളായിട്ട് കാണിച്ചാലല്ലേ അതിൻ്റെ ഒരു രസം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ ദിവസം അങ്ങനെയായിട്ടാണ് ഇവിടെ പണി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ മുറ്റം JCB വന്ന് അപ്പോൾ തന്നെ നമ്മളെ മുറ്റത്തിൻ്റെ ആ ഒരു മുഖമൊക്കെ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഫുള്ള് മതിൽ കെട്ടണം. 2 സൈഡായിട്ട് നമുക്ക് മതിൽ കെട്ടണം. അപ്പോൾ 2 സൈഡായിട്ട് മതിൽ കെട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യത്തെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ സ്റ്റെപ്പ് കുറച്ചിങ്ങനെ നമുക്കിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെയും നമുക്കത് കെട്ടിയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ പണിക്കാരെല്ലാവരും വന്നിട്ടുണ്ട്. ഫസ്റ്റ് പണി എന്ന് പറയുന്നത് നമ്മളെ കരിങ്കല്ലാണ് കേട്ടോ. കരിങ്കല്ല് നമുക്ക് നമ്മളെ മതിൽ പൊളിച്ച കരിങ്കല്ല് തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു 2 സൈഡ് മതിലായിട്ട് നമ്മൾ പടുത്തോണ്ടിരിക്കുന്നത്. ഒരു ദിവസം വന്നിട്ട് അവർ ഒരു സൈഡ് മതിൽ ഫുള്ള് പടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ സൈഡിൻ്റെ ഒരു പകുതിയും കൂടെയും പടുത്ത് വെച്ച്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുമ്പോൾ അവരിങ്ങനെ പണി നിർത്തും, പിന്നെ അവർ പണി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ തന്നെ ആയിരുന്നു. രണ്ടാമത്തെ ദിവസം പണിക്കാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടാമത്തെ സൈഡിൽ കുറച്ച് പടുക്കാനും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെയും ഫുള്ള് പടുത്തിട്ട് പിന്നെ അവർ സിമൻറ്റ് കൂട്ടിയിട്ട് തേക്കലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഒരു പണി നിർത്തും, പിന്നെ ഒരു പണി തുടങ്ങും. അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മളെ പണികളൊക്കെ ഇങ്ങനെ നടന്നു പോയിരുന്നത്. ഫുഡൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ പണിക്കാർക്ക് കൊടുത്തിരുന്നത്. കാലത്ത് കഞ്ഞി, ഉച്ചക്ക് ചോറ്, വൈകിട്ട് ചായ. ഇതായിരുന്നു അവർ കൊടുത്തിരുന്ന ഫുഡ്. അപ്പോൾ ആ ഫുഡ് കൊടുത്തിട്ട് കുറച്ച് നേരം അവർ റെസ്റ്റ് എടുക്കും. പിന്നെ നമുക്ക് മഴ വന്നാൽ അതിനും റെസ്റ്റ് എടുക്കും. ഇപ്പോൾ മഴ വന്നിട്ടുള്ള നമുക്കിങ്ങനെ ടപ്പായും കാര്യങ്ങളൊക്കെ അങ്ങനെ വിരിച്ച് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു സൈഡായിട്ട് നമുക്കൊരു സ്റ്റെപ്പ് പണിയാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റെപ്പും കൂടിയും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു സ്റ്റെപ്പും കൂടിയും ഒരു പടുത്ത് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. ഞങ്ങളവിടെ ഇങ്ങനെ പടുക്കൽ എന്നറിയില്ല, കെട്ടൽ എന്ന് പറയുള്ളൂ. അപ്പോൾ മതിൽ കെട്ടൽ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് മതിൽ ഇങ്ങനെ പടുക്കാന്നാണ് പറയുക. അപ്പോൾ എൻ്റെ അവിടെ ഉള്ളവർക്കായാലും മറ്റു ജില്ലക്കാർക്കായാലും ചിലപ്പോൾ പടുക്കാന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല. ഇങ്ങനെ മതിലിങ്ങനെ കെട്ടി കല്ലിങ്ങനെ കെട്ടി പൊക്കണേനാണ് പടുക്കാന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസത്തെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ നമ്മളെ മണ്ണൊക്കെ ഇങ്ങനെ റോട്ടിലോട്ട് ഒലിച്ചു പോയിട്ട് ഫുള്ള് അവിടെ ഇങ്ങനെ ചെളി കുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ എന്തായാലും നമുക്ക് റെഡിയാക്കണം. അങ്ങനെ 2 ദിവസത്തെ അവരുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരും മതിൽ പടുത്ത് സ്റ്റെപ്പൊക്കെ കറക്റ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മളുടെ വീട്ടിലത്തെ ഈ ഒരു അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. മതിലും അതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ പടുത്തിട്ട് ഇങ്ങനെയാണ് കാണാൻ. നെക്സ്റ്റ് ഡേ പിന്നെ പണിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് നമുക്ക് കല്ല് വന്നിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കല്ല് കിട്ടാനുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ കല്ല് കിട്ടിയപ്പോൾ അങ്ങനെ വന്ന് ഇറക്കിയതാണ് കേട്ടോ. അത് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ അപ്പോൾ പുതിയ പണിക്കാർ വന്നിട്ടുണ്ട്. പുതിയതെന്ന് പറയാൻ കാരണം കരിങ്കല്ലിൻ്റെ പണിക്കാർ വെട്ടുകല്ലിൻ്റെ പണിയെടുക്കില്ല കേട്ടോ. അപ്പോൾ കരിങ്കല്ലിൻ്റെ പണിക്ക് കരിങ്കല്ലിൻ്റെ ആൾക്കാർ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ 2 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിലായിരുന്നു നമുക്ക് കല്ല് വന്നിറക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെട്ടുകല്ലിൻ്റെ ആൾക്കാർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം അന്ന് ഇത്രയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. മതിലൊക്കെ പടുക്കുകയാണെങ്കിൽ ഈ വെട്ടുകല്ലിൻ്റെ കല്ലുകൊണ്ട് നമ്മൾ ഇത് പതിക്കുകയാണെന്നാണ് കേട്ടോ പറയാ. അതായത് മുറ്റത്ത് ഇങ്ങനെ പതിക്കുക. ഇവിടെ അങ്ങനെയാണ് പതിക്കാന്നാണ് പറയാ കേട്ടോ. അങ്ങനെ ആ പണിയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അപ്പോൾ പതിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ മതിലിൻ്റെ പണിയും കൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ മതിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി കെട്ടണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് കല്ല് വെച്ചിട്ട് അവരിങ്ങനെ പൊക്കി കെട്ടുന്നുണ്ട് കേട്ടോ. പതിച്ചിട്ടുള്ള ആ റോഡ് പിന്നെ നമുക്ക് കോൺക്രീറ്റ് ഇടാനുണ്ടായിരുന്നു സൈഡൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ സിമെൻറ്റ് ഇട്ടിട്ട് നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഗ്യാപ്പുകൾ അവരൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് റോഡിൻ്റെ ആ ഒരു ഒറ്റയായിട്ട് ഇങ്ങനെ നമുക്ക് സ്ലോപ്പ് ഇട്ട് കൊടുത്ത് അവിടെ കോൺക്രീറ്റ് ഇടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ എന്നിട്ട് നമ്മളെ കല്ല് പതിച്ചോടത്തൊക്കെ അവരിങ്ങനെ ഗ്യാപ്പ് അടച്ചടച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇന്നത്തോടുകൂടി നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം കാലത്ത് എണീറ്റിട്ട് ഞാനും ഇച്ചയും കൈജിത്തയും ഉമ്മയൊക്കെ കൂടിയിട്ട് പിന്നെ എല്ലാവരും പണിക്കിറങ്ങിയിട്ടുണ്ട്. കാരണം മുറ്റം നമുക്ക് ശരിയാക്കണം. അവരിങ്ങനെ എല്ലാം ഇട്ട് പോയിട്ട് നമ്മളെ ബാക്കിയുള്ള കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് എടുത്ത് മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൈജിത്തയും കല്ലൊക്കെ ഇച്ചാക്ക് പറക്കി കൊടുത്തു. അപ്പോൾ ഇച്ചാണ് അവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാനും ഉമ്മയും കൂടിയിട്ട് അവിടെ നമ്മൾ ഓൾറെഡി ആദ്യമേ മെറ്റലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെറ്റൽ നമ്മൾ പറക്കി വെക്കുന്നതാണ്. കാരണം ഇനിയും മുറ്റം നമുക്ക് ശരിയാക്കാനുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ മെറ്റൽ വറുക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിലായിട്ട് ഉമ്മ ഇങ്ങനെ നമ്മളെ മുറ്റിങ്ങനെ കൈക്കോട്ട് ലെവലാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ നമുക്ക് മണ്ണൊക്കെ ഇടാനുണ്ട്. അപ്പോൾ താഴത്തെ മണ്ണ് നമുക്ക് എടുത്തുണ്ടെന്നിട്ട് കുറച്ചും കൂടെ നമുക്ക് ഇവിടെ ആയിട്ട് ഇട്ടിട്ട് വേണം ഇനി ബാക്കി നമ്മൾ ഈ ചാക്കിലാക്കി വെക്കണം മെറ്റൽ നമുക്ക് ഇടാൻ കേട്ടോ. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ വഴിയേ വരുന്നതായിരിക്കും. നമ്മളെ മുറ്റൊക്കെ ശരിയാക്കിയിട്ട് ഫുള്ളായിട്ട് വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും ബൈ.